സഹോദരിയോടുള്ള കടുത്ത വിരോധമാണ് ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിന് കാരണമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ തന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്ന് പ്രതി ഹരികുമാറിന് തോന്നി എന്നും റിപ്പോർട്ടിൽ പരാമർശം. അതേസമയം കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, ഹരികുമാറിന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ പോലീസ്? ഇപ്പോൾ വീണ്ടും അമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്? ചോദ്യം ചെയ്യൽ പൂർണ്ണമായിട്ടുണ്ടോ? പ്രവിത, 2.5 വയസ്സുകാരിയുടെ കൊലപാതക കാരണം സംബന്ധിച്ച് പോലീസിന് ഇതുവരെയും പൂർണ്ണമായൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ചില സുപ്രധാനമായ പരാമർശങ്ങളുണ്ട്. അതാ ഈ സഹോദരിയോടുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. കാരണം ഈ നേരത്തെ സഹോദരിയുടെ അമിത താല്പര്യം പ്രതി ഹരികുമാറിന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞ് വന്നതിന് ശേഷം തന്നോടുള്ള ഇഷ്ടം കുറഞ്ഞതായി പ്രതിക്ക് തോന്നി. മാത്രമല്ല, ഈ കുട്ടിയുടെ കരച്ചിൽ പലപ്പോഴും പ്രതിക്ക് അരോചകമായിരുന്നു എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പ്രതി ഹരികുമാറിന് ചില സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ഇത് സഹോദരി വിലക്കിയതും വിരോധത്തിന് കാരണമായി എന്നതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണമായും പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ഹരികുമാർ ഒറ്റയ്ക്ക് ഈ കൃത്യം ചെയ്യില്ല എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം ചെയ്തതിന്റെ കാരണം കൃത്യമായി സ്ഥിരീകരിക്കുന്നതിന് കൂടുതൽ തെളിവുകൾ പോലീസിനെ സംബന്ധിച്ച് ആവശ്യമാണ്. അതിന്റെ കൂടി ഭാഗമായാണ് ഇതിൽ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ഈ SP-യുടെ നേതൃത്വത്തിലാണ് മണിക്കൂറുകളായി ഈ കുട്ടിയുടെ അമ്മയെ മഹിളാ മന്ദിരത്തിലെത്തി SP ചോദ്യം ചെയ്യുന്നത്. നാളെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. സാമ്പത്തിക ക്രമക്കേടുകളും അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയുടെ അമ്മ നേരത്തെ പരാതി നൽകിയ ജോൾസിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തത്. പക്ഷേ കസ്റ്റഡിയിലെടുത്ത ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചിട്ടുണ്ട്. പക്ഷേ നാളെ 10 മണിയോടെ വീണ്ടും സ്റ്റേഷനിൽ എത്താനാണ് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയിൽ കൃത്യമായൊരു തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ട പണം തട്ടിയെന്ന തെളിവുകൾ പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. മറ്റ് സാഹചര്യ തെളിവുകളും ഒപ്പം ഈ ശാസ്ത്രീയ പരിശോധനകളും ഈ കേസിൽ ആവശ്യമാണ്. ഈ ഫോൺ കോളുകളടക്കം, ഫോൺ സംഭാഷണങ്ങളടക്കം പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഇതടക്കം പരിശോധിച്ച് ഒരു വ്യക്തത വരുത്തിയ ശേഷമായിരിക്കും പോലീസ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അന്തിമ സ്ഥിരീകരണത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും നിലവിൽ ഇതിൽ ഹരികുമാർ മാത്രമാണ് പ്രതിപ്പട്ടികയിലുള്ളത്. കൂടുതൽ പേരെ പ്രതി ചേർക്കുമോ എന്ന കാര്യത്തിലടക്കം നാളെ തീരുമാനമുണ്ടാകും. ഈ പ്രതിക്കായി നാളെ തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും വിശദമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും പോലീസിന്റെ നടപടിയിലേക്ക് കടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളൊരു മൊഴിയും ആ ബന്ധുക്കൾ തന്നെ ആ മൊഴി സാധൂകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിശോധനയിലേക്കും പോലീസ് കടക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കൂടുതൽ വൈദ്യപരിശോധന പ്രതിക്ക് പോലീസ് നടത്തും. അത്തരത്തിലുള്ള നടപടികളായിരിക്കും നാളെ ഉണ്ടാവുക. സഹോദരിയോടുള്ള കടുത്ത വിരോധമാണ് ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിന് കാരണമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.